സോണിയാഗാന്ധിക്ക് അയ്യപ്പൻ്റെ ശാപം കിട്ടി തുടങ്ങി എന്നുള്ളതാണ് ചോദ്യം. അതായത് സോണിയാഗാന്ധിക്ക് മജിസ്ട്രേറ്റ് ഒരു നോട്ടീസ് അയച്ചിരിക്കുകയാണ്. പൗരത്വം എടുക്കുന്നതിന് മുൻപ് സോണിയാഗാന്ധി എങ്ങനെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു? സോണി ഇനി ഇറ്റലിക്ക് തന്നെ പോകുമോ? ഇന്ത്യ നിൽക്കത്തില്ലേ? ഇത് മജിസ്ട്രേറ്റിൻ്റെ വിവരക്കേട് കൊണ്ട് ചോദിച്ചതാണ്. അല്ല, ഞാൻ തമാശ പറഞ്ഞാൽ പുള്ളിക്ക് ബോധ്യമില്ലാത്തതുകൊണ്ട് ചോദിച്ചു. പിന്നെ നിയമപരമായിട്ട് ആ ചോദ്യം ചോദിക്കുക ആരെങ്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങളല്ലേ അവർ ഭരിച്ചപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടല്ലേ പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ വന്നത്. വടക്കേന്ത്യ എന്ന് പറഞ്ഞാൽ അവർ കാര്യം മുട്ടുകാലം വെല്ലു പിടിക്കും. കേരളത്തിൽ എന്ന് പറഞ്ഞത് വോട്ട് ചോരി അല്ലെങ്കിൽ ഇത് അനുവദിക്കത്തില്ല. കാരണം അവിടെ ഇനിയും മത്സരിക്കാൻ പറ്റത്തില്ല, ഇവിടെ മത്സരിക്കാൻ പറ്റത്തില്ല. ഇവിടെയും ഇപ്പോൾ ഏതാണ്ട് 20 ലക്ഷോളം ബംഗ്ലാദേശികളെ കാണാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് സർവേ തുടങ്ങിയതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് വരുന്നുണ്ട് 20 ലക്ഷത്തോളം, അതായത് ബംഗ്ലാദേശികളെ. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിയമപരമല്ലാതെ ഈ രാജ്യത്ത് ജനാധിപത്യ സംവിധാനത്തെയും ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയും എല്ലാത്തിനെയും ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് വളരെ കൃത്യമായിട്ട് മറച്ചു പിടിച്ച് ഒളിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2014 യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ പറയുന്ന നരേന്ദ്രമോദി വന്നില്ലായിരുന്നെങ്കിൽ ഈ രാജ്യം ഇന്ന് പല രാജ്യങ്ങളും പണ്ട് കീഴടങ്ങിയതുപോലെ ഔദ്യോഗികമല്ലാത്ത കീഴടങ്ങളിലേക്ക് പോകുകയായിരുന്നു എന്ന് വേണം പറയാൻ. അതുകൊണ്ടാണല്ലോ PFIക്കാരനും SDPIക്കാരനും 2047 ഇന്ത്യ മഹാരാജ്യം പിടിക്കാൻ സാധിക്കുമെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. 2047 ഞങ്ങൾ ഈ രാജ്യം ഒന്നുകിൽ ഞങ്ങൾ അധികാരത്തിൽ വരും, അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ കീഴടക്കുന്നു, സായുധമായിട്ട് കീഴടക്കുമെന്ന് പറഞ്ഞു. അപ്പം സായുധമായിട്ട് അവർക്കത് കീഴടക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഒരു ദിവസം കൊണ്ടല്ല, വളരെ കാലം ദീർഘമായിട്ട് ഒരുക്കിക്കൊണ്ടിരുന്നവരാണ് ഇവരെന്നുള്ളതിൻ്റെ അർത്ഥം. അതിനുള്ളൊക്കെ എല്ലാ സംവിധാനവും കൊടുത്തു. അതായത് സ്വാതന്ത്ര്യാനന്തരം ഇങ്ങോട്ട് പരിശോധിക്കുമ്പോൾ തന്നെ ഈ പറയുന്നത് പോലെ ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി വളരെ കൃത്യമായിട്ട് വിഭജനം തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ മതി. വിഭജനം തൊട്ട് മനസ്സിലായോ? വിഭജനത്തിന് ശേഷം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം, 2 രാജ്യം വിഭജിച്ചല്ലോ. എന്തിനു വേണ്ടി? അന്ന് ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കുന്നതിന് വേണ്ടി വിഭജിച്ചു. അതിനുശേഷം ജിന്നി അങ്ങോട്ട് വീണ്ടും ഈ രാജ്യത്തെ ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി തീർന്ന പരിപാടിയല്ലായിരുന്നു നെഹ്റു കാണിച്ചുകൊണ്ടിരുന്നത്. കാശ്മീരിനകത്ത് സ്വതന്ത്രമായിട്ട് കാശ്മീരിനെ നിർത്തിയതിനകത്ത് നെഹ്റു കാണിച്ചതെന്തോ അയാളുടെ താല്പര്യമല്ലേ? അതിനകത്ത് ദീർഘമായിട്ട് പരിശോധിക്കുമ്പോൾ ഇയാളുടെ ആരുടെ ബന്ധുക്കളാണ്? ജിന്ന ഇയാളുടെ ബന്ധുവാന്ന് പറയുന്നത്, ഈ പറയുന്ന ഇവിടുത്തെ ഭരണാധികാരി ഇയാളുടെ ബന്ധു. അപ്പോൾ ഇവരെല്ലാം കൂടി വീതിച്ചെടുത്തോണ്ടിരിക്കുക. അതിനുശേഷം ഇങ്ങോട്ട് പരിശോധിക്കുക, ഇവിടുത്തെ ഹിന്ദുക്കളുടെ ഭാഗമാണെന്ന് ആന്ന് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്. കാരണം അത്ര തെറ്റിദ്ധരിപ്പിച്ചാൽ ആർക്ക് സഹായം ചെയ്തുകൊണ്ടായിരുന്നു ഓരോ കാര്യത്തിനകത്ത്. അത് മഹാത്മാഗാന്ധി ഉൾപ്പെടെ ഉള്ളവർ. അതല്ല ഇപ്പോൾ പറഞ്ഞു വന്നത്. ഇതിനകത്ത് അവരിവിടെ വന്നത് അവരിപ്പോഴും ഇറ്റലിക്കാരി അറിയും യഥാർത്ഥത്തിൽ. പിന്നെ ഔദ്യോഗികമായിട്ട് ഇറ്റലിയെ എടുത്ത് പൗരത്വം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ രാജ്യവും അല്ലെങ്കിൽ അവർ ഔദ്യോഗികം ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുമ്പോൾ ഇല്ലെന്ന്. പക്ഷെ അവർക്ക് ഇറ്റാലിയൻ പൗരത്വം ഉണ്ട്. ഇറ്റലി ഔദ്യോഗികമായിട്ട് ഈ പറയുന്ന സോണിയാഗാന്ധിയുടെ പൗരത്വം അംഗീകരിച്ചാൽ ഇവിടുത്തെ പൗരത്വം ഇല്ലാതായി പോകും. അതുകൊണ്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ. ബ്രിട്ടീഷ് പൗരത്വം ഈ രാഹുലിനുണ്ടല്ലോ. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ചോദിച്ചാൽ അവരെ ഔദ്യോഗികമായിട്ട് ചോദിച്ചു. അതുകൊണ്ട് പലവട്ടം കോടതിയിൽ ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ ചോദിക്കുമ്പോഴും കേന്ദ്ര ഗവൺമെൻറ്റും മറ്റവരും മറിച്ചവരും ഒരു നിൽക്കുന്ന. കാരണം നമ്മൾ ഔദ്യോഗികമായിട്ട് ആ രാജ്യത്തിനടുത്ത് ചോദിച്ചാൽ അവരുടെ പൗരത്വം അവർ കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഇവരെ കൊണ്ട് പല കാര്യങ്ങൾ, അതായത് ഇന്ത്യക്കകത്ത് പല കാര്യങ്ങളും നേടുന്നതിനും അല്ലെങ്കിൽ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ഇന്ത്യയുടെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾക്കകത്ത് ഇടപെടുന്നതിനും ഒരു ചാരൻ്റെ പണിയല്ലേ രീതിയിൽ ഇവരെ നിർത്തിയേക്കും. അത് ഇന്ത്യയുടെ അല്ലല്ലോ താല്പര്യം. അതുകൊണ്ടാണല്ലോ പല കാര്യവും ഈ പറയുന്ന ഇന്ത്യക്കെതിരായിട്ട് ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനം തകരാറാണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഇലക്ഷൻ കമ്മീഷൻ തകരാറാണ്, ഇവിടെ സ്വാതന്ത്ര്യമില്ല, എല്ലാ രീതിയിലും മോശമാക്കുന്ന ഒരു പ്രതിപക്ഷം ദ്രോഹിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മോശമാക്കിക്കൊണ്ടിരിക്കുന്നില്ല. അപ്പോൾ ആ രീതിയിൽ ഇന്ത്യക്ക് വെളിയിൽ നിന്ന് ഇന്ത്യക്കകത്ത് നമ്മൾ ഈ ആക്രമണം അല്ലെങ്കിൽ യുദ്ധം എന്നൊക്കെ പറഞ്ഞ രാജ്യത്തെ നശിപ്പിക്കുന്നതിന് ഇന്ത്യക്കകത്ത് തന്നെ ആളിനെ കണ്ടെത്തുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ, അത് പ്രതിപക്ഷ നേതാവാകുമ്പോൾ, ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ പ്രബല നേതൃത്വമൊക്കെ ആകുമ്പോൾ അവർക്ക് ഈസി അല്ലേ ഇത്? ഇപ്പം നമ്മൾക്ക് ഇയാൾക്ക് തലയ്ക്ക് നല്ല സുഖമില്ലാത്തവനായതുകൊണ്ട് വളരെ പെട്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. കാരണം ഒതുക്കത്തിൽ കൊണ്ടുപോകാൻ അറിയത്തില്ല. കെജ്രിവാളിൻ്റെ ഒക്കെ കൂട്ട് ഇയാൾ ഉള്ള കാര്യം വിളിച്ചു പറഞ്ഞു, അല്ലെങ്കിൽ ഇച്ചിരി ഓട്ടിസം ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ വിളിച്ചു പറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ നേരത്തെ അങ്ങനെയല്ലായിരുന്നു. ഇവിടുത്തെ എല്ലാ നിയമം ബാധകമല്ല, അല്ലെങ്കിൽ നിയമം അവർക്കില്ല. എല്ലാത്തിനെയും തച്ചുടച്ച് അല്ലെങ്കിൽ എല്ലാത്തിനും നിയമത്തിനും ഭരണഘടനയ്ക്കും ഒക്കെ അതീതമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇതിനെല്ലാം വിധേയപ്പെട്ട് പോകേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ ഇലക്ഷൻ കൃത്യമായിട്ട് നടക്കുമ്പോൾ, ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാൻ പറ്റാത്തപ്പോൾ ഇതൊക്കെ പണ്ടത്തെ പോലെ ആകണം എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് വോട്ടിംഗ് മെഷീനെ കുറ്റം പറയുന്നത്, ഇലക്ഷൻ സംവിധാനത്തെ കുറ്റം പറയുന്നത്, അട്ടിമറികൾ നടക്കാത്തതുകൊണ്ട് ഈ പറയുന്നത് ജൻസി കലാപങ്ങൾ ആഹ്വാനം ചെയ്യുന്നത്. ഇപ്പം 2002 ഇപ്പോൾ ഇതിപ്പോഴല്ലേ വന്നത്, 1983 ഇവർക്ക്
പൗരത്വം കിട്ടുന്നത്, 80 വോട്ടേഴ്സ് ലിസ്റ്റുണ്ട്. അല്ല ആരാണെന്ന് ആലോചിക്കണം. അല്ല അത് വരാതിരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുന്നതല്ലേ മാന്യമായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയുടെ ഭാര്യ അല്ലെങ്കിൽ അത്തരത്തിൽ ആൾക്കാർ ചെയ്യേണ്ടത്. അവർക്കൊരു വോട്ട് ചെയ്തില്ലെങ്കിൽ അയാൾ അല്ലെങ്കിൽ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആവാതിരിക്കത്തൊന്നുമില്ലല്ലോ. അപ്പൊ എന്തും ആവാം, ഞങ്ങളെ ചോദ്യം ചെയ്യാനൊന്നും ആരും ഉണ്ടാവുന്ന ഒരു കാലം വരത്തില്ല എന്നുള്ള രീതിയിലേക്ക് എല്ലാ സംവിധാനങ്ങളും ഇത്ര നിസ്സാരമായിട്ട് ഒരു വോട്ടിന് വേണ്ടി 2 കൊല്ലം പോലും കാത്തിരിക്കാൻ സാധിക്കാതെ പൗരത്വമില്ലാത്തപ്പോൾ ഈ രാജ്യത്തെ ഭരണഘടനയും നിയമ സംവിധാനത്തെയും എല്ലാം അട്ടിമറിച്ച് ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയായിരുന്ന ആളുടെ ഭാര്യ നിൽക്കുമ്പോൾ അവരെന്തെല്ലാം അട്ടിമറിച്ചോട്ടാവും? അവരെന്താ ഇപ്പോൾ കോടതിയിൽ ചോദിക്കുമ്പം ഇവർക്ക് നാളെ കാലത്ത് ഈ വിഷയത്തിനകത്ത് കോടതി പരിഗണിക്കുമ്പോൾ ഇവർ കാണിച്ച കുഴപ്പത്തിനകത്ത് ഇവർക്ക് ഏത് രീതിയിലേക്ക് ഇവർക്കെതിരെ നടപടിയെടുക്കും എന്നുള്ളതിനെ പറ്റി അറിയത്തില്ല. പക്ഷേ ഇവരെ മറുപടി പറയേണ്ടി വരും. ഇവർ മറുപടി പറയുമ്പോൾ ഇവർ മാത്രമായിരിക്കണമല്ലോ മറുപടി പറയുന്നത്. നമ്മുടെ രാഹുൽ ഗാന്ധി പറഞ്ഞ സിസ്റ്റത്തിൻ്റെ ആൾക്കാരല്ലായിരുന്നു ഇവർ മൊത്തത്തിൽ. 55 കൊല്ലവും സിസ്റ്റത്തിൽ ഞാൻ ഈ സിസ്റ്റം കണ്ടു വളർന്നതാണ്. ഇല്ല, സിസ്റ്റം കണ്ടു വളർന്നതാണ്. സിസ്റ്റം കണ്ടു വളർന്ന ഇതാ എല്ലാത്തിനകത്തും തിരുത്തൽ, എല്ലാത്തിനകത്തും കള്ളത്തരം, അഴിമതി, എന്നിട്ട് ജനാധിപത്യ സംവിധാനത്തെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്ക് 2001 ഈ വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരണം നടത്തി. 2029 ഈ പറയുന്നതുപോലെ മണ്ഡല പുനർനിർണ്ണയം വരുന്നതിന് മുമ്പ് വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് ശുദ്ധീകരണം വരുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. അതായത് ബംഗാൾ പോലെ, ബീഹാർ പോലെ, ഏറ്റവും അവസാനം കേരളം പോലെ ഉള്ള സ്ഥലത്ത് പോലും നമ്മളുടെ രാജ്യത്തില്ലാത്തവരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ തിരികെ കയറ്റി നമ്മുടെ ഈ പറയുന്ന ആധാറിനകത്ത് കള്ളത്തരം കാണിച്ച് അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് കള്ളത്തരം കാണിച്ച് അതുണ്ടാക്കി കൊടുത്ത് അവരെ ഇവിടെ തിരികെ കയറ്റി ജനാധിപത്യ സംവിധാനത്തിൽ ഇന്ത്യൻ ജനതയ്ക്ക് ആഗ്രഹിക്കുന്ന രീതിയിലല്ലാതെ ഈ പറയുന്നത് പോലെ ഇന്ത്യയെ ശിഥിലീകരിക്കാൻ നിൽക്കുന്നവരെ താല്പര്യത്തിനനുസരിച്ചുള്ള ജനാധിപത്യ സംവിധാനമല്ലേ കൊണ്ടുവരുന്നത്. ഇപ്പൊ ബംഗാളിൽ ഈ മമതാ ബാനർജി സ്ഥിരമായിട്ട് അധികാരത്തിൽ വരുന്നതുകൊണ്ട് എന്താ ഗുണമെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കെതിരെ നിൽക്കുക ഒരു സംസ്ഥാനം, അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ഇവിടുത്തെ സംവിധാനത്തിനെതിരെയല്ലേ അവർ നിൽക്കുന്നത്, ബംഗ്ലാദേശിന് അനുകൂലമായിട്ടല്ലേ അവർ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള ഇതിന് കൊണ്ടുവരുന്നതിന് വേണ്ടിയില്ല ഇത് വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് വോട്ട് ചോരി എന്ന് പറയുന്നത്. ഇവർ പറയുന്ന ന്യായം ക്ലിയർ ചെയ്യണമെന്നാണല്ലോ. അപ്പോൾ ക്ലിയർ ചെയ്യുമ്പോൾ രോഹിംഗ്യ മുസ്ലിങ്ങൾ ഇതിനകത്ത് വേണോ, ബംഗ്ലാദേശികൾ ഇതിനകത്ത് വേണോ? 2011 2 കോടി ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എത്ര കോടി ഉണ്ടെന്ന് അറിയത്തില്ല. ഇവന്മാർ ഇവിടെ കയറ്റി വോട്ട് കുറവുള്ളിടത്ത് ഒരു സുപ്രഭാതത്തിൽ, അതാണ് ഈ മോദി ഇതിനകത്ത് വളരെ കൃത്യമായിട്ടൊരു 5 കൊല്ലം കൊണ്ടൊക്കെ അതുവരെ ഇല്ലാത്ത ജനസംഖ്യാനും വോട്ടറാണ് കിട്ടുന്നത്. ഓരോ നിയമസം കൊണ്ടിട്ട് ഒരു കൊച്ചു വളർന്ന് വരണമെങ്കിൽ വോട്ടേഴ്സ് വേണം 18 കൊല്ലം വേണ്ടേ. 5 കൊല്ലം കൊണ്ട് ആ പ്രദേശത്ത് വോട്ടാവുക 10, 16, 15. ഇത് എവിടുന്ന് വരുന്നത്? അപ്പം ഇതെന്തൊരു സംവിധാനം? അങ്ങനെയാണ് അദ്ദേഹം വന്ന 2014 വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്ത് 10 കൊല്ലത്തിന് ശേഷമേ നിസ്സാരമല്ലോ 140 10 കൊല്ലത്തിന് ശേഷമേ ഇതിനകത്ത് ഇടപെടാൻ പറ്റുന്ന ഒരവസ്ഥ പോലും വന്നിട്ടുള്ളൂ. എന്നിട്ടിപ്പോൾ ഇടപെടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലാക്കുന്നതിന് വേണ്ടി നിൽക്കുമ്പോൾ ഇവരെ വെച്ചിട്ട് ഈ പറയുന്നത് പോലെ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ, അതായത് പ്രധാനമായിട്ടും നമ്മളിപ്പോൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസ്സുകാർ, പ്രധാനമായിട്ട് പരിശോധിക്കുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ, അവരൊക്കെയാണല്ലോ രമേശ് ചെന്നിത്തല പറഞ്ഞു ഇനി ഒരിക്കലും നടക്കത്തില്ല, മൊത്തം പോയി എന്ന് വെച്ചാൽ SIR ഇവിടെ കേരളത്തിൽ വന്നാൽ പോലും ഞങ്ങൾക്ക് ഭയമാണ്. കാരണം കൃത്യമായിട്ട് ഇന്ത്യക്കാർ വോട്ട് ചെയ്താൽ ഇവരൊന്നും അധികാരത്തിൽ വരത്തില്ലെന്നർത്ഥം. അപ്പം ഏതായാലും കോടതി ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട്. തമ്പുരാട്ടിയുടെ കാര്യത്തിനകത്ത് എങ്ങനെ വോട്ട് ചെയ്തു, എങ്ങനെ വന്നു, അതിനൊരു വിശദീകരണം കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ഇതോട് കൈയൊക്കെ വെച്ച് ചിലപ്പോൾ ആലങ്കാരികമായിട്ടങ്ങ് കോടതി ഇന്നതുപോലെ ഇന്ന് സമാധാനം പറയാതെ അകത്ത് വിട്ടാലും കുറ്റമൊന്നും പറയാനൊക്കത്തില്ല. ഏതായാലും ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടും വൃത്തിയായിട്ടും, അതായത് കൃത്യമായിട്ടും വൃത്തിയായിട്ടെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന് ഉതകാത്ത രീതിയിൽ ഈ ഭരണഘടനയെ അട്ടിമറിക്കുന്ന രീതിയിൽ, ഇവിടുത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ അട്ടിമറിക്കുന്ന രീതിയിൽ താല്പര്യത്തിനനുസരിച്ച് നിന്നു പോയിരുന്ന ഒരു ഭരണവും ഒരു കോൺഗ്രസുമായിരുന്നു 55 കൊല്ലം ഇവിടെ ഇരുന്നത്. അവർക്ക് അതിനുശേഷം ഇടയ്ക്കിടയ്ക്കൊക്കെ വരും. ഈ കാലയളവ് ഇടയ്ക്ക് വന്നു കഴിയുമ്പോൾ ഇവർക്കെതിരെയൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ വരുമ്പോഴത്തേക്കും ഇതെല്ലാം തടിച്ചടിച്ച് തേച്ച് മാറ്റം കളയില്ലേ, ഫയൽ മൊത്തം വിളിച്ചു വരുത്തി കൊണ്ടുവന്ന് കളയുമല്ലായിരുന്നു. അപ്പോൾ ഇപ്പം നോക്കിയപ്പം ഒരു രക്ഷയില്ല, 3ാമതും രക്ഷയില്ല, 4ാമതും കാണത്തില്ല. അപ്പോൾ ഏതായാലും ഗോവിന്ദ.